ഹലോ വിനോദിനി യെസ് വെള്ളയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഇവിടെ നല്ല മഴ നടക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇപ്പോഴും നല്ല മഴയുണ്ട്, ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് ഉണ്ടായിരിക്കും മഴ പെയ്യുന്നതിൻ്റെ. അപ്പോൾ ഞാൻ ഇന്നൊരു വിചാരിച്ചൊരു ഈവനിങ് സ്നാക്സ്, എൻ്റെ ഒരു തട്ടിക്കൂട്ടിയൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഒത്തിരി സാധനങ്ങളൊന്നുമില്ല കേട്ടോ. 2, 3, 4 സാധനങ്ങൾ വെച്ച് മാത്രമാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ച് വേറൊരു ഐറ്റം ഉണ്ടാക്കാമെന്നായിരുന്നു, പക്ഷെ അത് മാറ്റിയിട്ട് പിന്നെ എനിക്കൊരു ഐഡിയ വന്നിട്ട് ഒരു തട്ടിക്കൂട്ട് പലഹാരമായിട്ട് ഞാൻ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ആരില്ലാതായിട്ട് കാണുന്നവരോട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യുക, ഇഷ്ടമില്ലാത്തവരെ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നേരെ വീഡിയോ ഇട്ട് പോകാം. അപ്പോൾ ഇത് ഫസ്റ്റ് നമുക്ക് വേണ്ടത് പഴമാണ് കേട്ടോ. ഏത്തപ്പഴമായിരുന്നു വേണ്ടത്, പിന്നെ ഞാൻ ഉള്ള പഴമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ് കേട്ടോ വേണ്ടത്. പിന്നെ പഴവും അതുപോലെ തന്നെ തേങ്ങ, ശർക്കര എല്ലാം കൂടെ ഇതാക്കി വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സാക്കി എടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ മിക്സാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഗോതമ്പ് പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് അതും മിക്സാക്കി വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഒരു പാൻ വെച്ചിട്ട് അടുപ്പിലിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പാൻ നല്ലപോലെ ചൂടായി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നെയ്യ് നല്ലപോലെ ഒഴിച്ച് കൊടുക്കണം. ഇതിപ്പം പക്ഷേ നല്ലതായിരുന്നു, ഞാൻ വീട്ടിലുണ്ടാക്കി നോക്കി, നല്ല സാധനമായിരുന്നു. നമുക്ക് പിള്ളേർക്കൊക്കെ ആയാലും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ കൊടുക്കാൻ നല്ല നെയ്യും അതുപോലെ പഴവും ശർക്കരയൊക്കെ ചേർന്ന്, പിന്നെ ഗോതമ്പ് പൊടിയൊക്കെ ആയതുകൊണ്ട് നല്ലതാണ്. അപ്പോൾ നമ്മൾ അട പോലെ ഉണ്ടാക്കിയെടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ അത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മളതിൻ്റെ അട പോലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളത് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്, അതുപോലെ നമുക്ക് എളുപ്പത്തിൽ വീട്ടിലും തയ്യാറാക്കി കൊടുക്കാം, പിള്ളേർക്കൊക്കെ ആയാലും ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ്, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും, പിന്നെ ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു തട്ടിക്കൂട്ട് പലഹാരമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഏതായാലും എൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.